വില്യം ചേംബർ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സജി നന്ദ്യാട്ടിന്റെയും സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സാന്ദ്ര തോമസിന്റെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. എതിരില്ലാത്തതിനാൽ സോണി തോമസ് ജനറൽ സെക്രട്ടറിയാകും. തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്നും ആ നാടകം ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. തന്റെ പോരാട്ടം സിനിമയ്ക്ക് വേണ്ടിയെന്ന് സാന്ദ്ര തോമസും പ്രതികരിച്ചു. ബൈലോ 8 ക്ലോസ് A2 അനുസരിച്ച് ഒരു മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് ഒന്നും നൽകാതെ എന്നെ എങ്ങനെയെങ്കിലും എന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് എന്റെ നാമനിർദ്ദേശ പത്രിക കൊടുപ്പിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം നടത്തി. പക്ഷെ അതെല്ലാം ഇപ്പൊ എന്താ പറയുക, ചില്ല് കൊട്ടാരം പോലെ തകർന്നു. മാത്രമല്ല അപ്പൊ ഫൈനൽ വോട്ടേഴ്സിൽ എന്റെ പേരുണ്ട്. അപ്പം നമ്മൾ ചതി പാടില്ല. നമുക്ക് നേരിട്ട് പറയാം. നേരിട്ട് വേണം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെ പറയുക. പുറയുന്ന കുത്തരുത്. എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം. ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇനിയിപ്പോ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെ നിന്നാണേലും സിനിമയ്ക്ക് വേണ്ടി, സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എവിടെ നിന്നാണേലും പോരാട്ടം അങ്ങനെ തന്നെയാണ്, നടക്കും. സിജോ വർഗീസ് ചേരുന്നു. സിജോ, തെരഞ്ഞെടുപ്പിന്റെയും മത്സരാർത്ഥികളുടെയും വിവരങ്ങൾ. ധന്യ 47 അംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് പ്രധാനമായും മത്സരിക്കുന്നത്. സജി നന്ദ്യാട്ട്, അനിൽ തോമസ്, ശശി അയ്യഞ്ചിറ എന്നിവരാണ്. സാന്ദ്ര തോമസ് സെക്രട്ടറി സ്ഥാനത്തേക്ക്, മമ്മി സെഞ്ചുറി അടക്കമുള്ളവർ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സജി നന്ദ്യാട്ടിന്റെയും സാന്ദ്ര തോമസിന്റെയും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നാണ് സജി നന്ദ്യാട്ട് പ്രതികരിച്ചത്. അത് ഏതാണ്ട് ചില്ലുകൊട്ടാരം പോലെ തകർന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നിൽ നിന്ന് കുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. നേരെ പോരാടുകയാണ് വേണ്ടത് എന്നായിരുന്നു സജി നന്ദ്യാട്ടിന്റെ പ്രതികരണം. ബൈലോ പ്രകാരമാണ് താൻ മത്സരിക്കാൻ നീക്കം നടത്തിയത്. അതിനാൽ തനിക്ക് അവകാശവും ഉണ്ട് എന്നും സജി തോമസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജയിക്കുമെന്നാണ്, അതായത് സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ജയിക്കുമെന്ന് തന്നെയാണ് സാന്ദ്ര തോമസിന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ജയിച്ചു വന്നാൽ സ്ത്രീകൾക്കായി പ്രത്യേക ഒരു ഇടമുണ്ടാക്കാനുള്ള ശ്രമം നടത്തും. സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷ. ഈ സാന്ദ്ര തോമസിന്റെ പ്രതീക്ഷ. നിലവിൽ സാന്ദ്ര തോമസ് സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉള്ള പത്രിക അംഗീകരിച്ചതോടുകൂടി എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സിജോ.